ഹലോ കൂട്ടുകാരെ, നമ്മളിപ്പോൾ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ആണ് ലാസ്റ്റ് എടുത്തു നിർത്തിയ ചാപ്റ്റർ അല്ലേ. അത് എടുത്തു നിർത്തിയല്ല, എൻ്റെ പകുതിയായിരുന്നു. ഇത് സെക്കൻഡ് പാർട്ടാണ് എൻ്റെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഫോണിൽ സ്പേസ് കുറവാണ്, എപ്പോൾ കട്ടാവുമെന്ന് അറിയത്തില്ല. ഡിലിറ്റ് മടുത്തു, അതാ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ടായിട്ട് ഇടും, കുഴപ്പമില്ല. അപ്പം നമ്മളിവിടെ നോക്കിക്കൊണ്ടിരുന്നത് ഹോമിയോസ് മിൽക്കിൻ്റെ കാര്യങ്ങളാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണെന്നുള്ളത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. സംശയമൊന്നും വേണ്ട, ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാം. ഞാൻ 19 ചോദ്യം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ് തന്നെ പിന്നെയും വരാൻ സാധ്യതയുള്ള ഞാൻ ഉണ്ടാക്കാത്ത കുറേ ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുമുണ്ട്. അവിടെ നിൽക്കട്ടെ. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ 11 മാസത്തോളം ആകുന്നു. ഏകദേശം ഒരു വർഷം ആവാൻ ഒരു മാസം കൂടെ ഉള്ളൂ. കഴിഞ്ഞ ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്ത ചാനലാണ്. അപ്പോൾ തുടക്കത്തിലൊക്കെ ഞാൻ എങ്ങനെ പഠിക്കണം, എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിരുന്നു. അപ്പോൾ അന്നൊക്കെ സബ്സ്ക്രൈബേഴ്സായിട്ട് വന്ന് ഏകദേശം 1000 ആൾക്കാരുണ്ട്. ഇപ്പോൾ ഏകദേശം 3000 ആൾക്കാരെത്തി നിൽക്കുന്നു. നിങ്ങളിപ്പോൾ ഇത് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ചാനലിനെക്കുറിച്ച് പറയാനുള്ളത്, നിങ്ങളുടെ പരീക്ഷയെക്കുറിച്ച് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മളതിനെ ആലോചിച്ച് നോക്കുക. നമുക്ക് പണ്ട് സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും നല്ലൊരു ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം കേൾക്കാൻ കഴിയുന്നത് അല്ലേ, ഒറ്റ പ്രാവശ്യം കേൾക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഞങ്ങളുടെ നമ്മളുടെ കാര്യമൊക്കെ ആലോചിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കാര്യം പോയി. നമുക്ക് പിന്നീട് ഒന്നുകൂടെ കേൾക്കാൻ അവസരമില്ല. ഒരുപക്ഷെ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിരുന്ന ക്ലാസ് ആണെങ്കിൽ കൂടിയും നമുക്കൊന്നുകൂടെ കേൾക്കാൻ പറ്റിയിരുന്നെങ്കിലോ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും. കാരണം നമ്മൾ ഒരു പ്രാവശ്യം ശ്രദ്ധിച്ച് കേട്ടതിനെ പഠിക്കുന്ന ചില ക്ലാസ്സുകളുണ്ട്, ചില സാറന്മാരുടെ. ഈ ക്ലാസ് ഞാൻ പറയുന്നത് എത്രത്തോളം എഫക്റ്റീവാണെന്ന് എനിക്കറിയത്തില്ല. വാട്ട് എവർ, നമുക്കിത് വീണ്ടും വീണ്ടും കേൾക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഇതിന് ഉപയോഗിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ ചാനലിൻ്റെ ഹോമിൽ പോയിട്ട് വീഡിയോ സെലക്ട് ചെയ്തിട്ട്, ഞാൻ പുതുതായിട്ട് വന്ന ആൾക്കാരോട് പറയുന്ന കൂടുതലായിട്ടും വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഒന്നാമത്തെ ക്ലാസ് മുതൽ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോവുകയും ചെയ്യാം. അങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോകാനുള്ള ഒരു അവസരം എല്ലാവർക്കും ഉണ്ടാകാൻ വേണ്ടിയാണ്. എല്ലാവർക്കും കോച്ചിങ്ങിന് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ പോർഷൻസും കറക്റ്റ് ചാപ്റ്റർ ബൈസ് ചാപ്റ്ററായിട്ട് എടുത്തു പോകുന്നത്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ ഒരു അവസരം ഒരു 3 മാസം കഴിഞ്ഞ് ടെസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അന്ന് നിങ്ങൾ ഇനിയിപ്പോൾ എന്താ പറയുക, ഇങ്ങനെ പഠിക്കേണ്ടായിരുന്നു, കുറച്ചുകൂടെ നന്നായിട്ട് പഠിച്ചാൽ മതിയായിരുന്നു, 5-6 വർഷം ക്ലാസ് കേൾക്കാമായിരുന്നു, അല്ലെങ്കിൽ 5-6 പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്യാമായിരുന്നു, റിവൈസ് ചെയ്യാമായിരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. സ്റ്റിൽ യു ഹാവ് ടൈം. ഇപ്പോൾ സമയം നിങ്ങളുടെ അടുത്താണ്, പന്ത് നിങ്ങളുടെ കോർട്ടിലാണ്. ആ പന്തിനെ എഫക്റ്റീവായിട്ട് കളിച്ച് ഗോളടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്ന് ദുഃഖിക്കേണ്ടി വരത്തില്ല. അവരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ. കാരണം അടുത്ത് എന്നെ കോൺടാക്ട് ചെയ്യുന്ന ചില ആൾക്കാരൊക്കെ പറയുന്നത്, ഞാൻ ജസ്റ്റ് ഇങ്ങനെ സംശയം നിങ്ങൾ തീർക്കാൻ വേണ്ടിയും ഒക്കെയാണ് ഇത് കാണുന്നതും കേൾക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ തുടക്കത്തിലുള്ള ക്ലാസ്സുകളിലൊക്കെ എങ്ങനെ പഠിക്കണം, ഏത് രീതിക്ക് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ഒരുപാട് റെപ്പിറ്റേഷൻ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇത്രയും പറഞ്ഞത്. നമുക്കിനി നേരെ പോർഷനിലേക്ക് കിടക്കാം. ടൈപ്സ് ഓഫ് മിൽക്ക് കമേഴ്ഷ്യലി അവൈലബിൾ. നമുക്ക് വിപണിയിൽ ലഭ്യമാകുന്ന പാല്, ഓരോ ടൈപ്സ് ഓഫ് മിൽക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, ഹോമജനൈസ്ഡ് മിൽക്ക്. ഹോമജനൈസേഷൻ ശ്രദ്ധിച്ചാൽ മതി. ഹോമജനൈസ്ഡ് മിൽക്ക് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ മെക്കാനിക്കലി ഫോഴ്സിങ് മിൽക്ക് ത്രൂ എ സ്മാൾ പാസേജ് അറ്റ് ഹൈ വെലോസിറ്റി. എങ്ങനെയാണ് ഹോമോജനൈസ്ഡ് മിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്നത്? പാലിനെ ഒരു ചെറിയ പാസേജ് വഴി വളരെ ഹൈ ആയ വെലോസിറ്റിയിൽ, വളരെ ഉയർന്ന വെലോസിറ്റിയിൽ ഫോഴ്സ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു ചെറിയ ഒരു പാസേജ്, ഒരു വഴിയിൽ കൂടെ മിൽക്കിനെ വളരെ ഉയർന്ന വെലോസിറ്റിയിൽ, വളരെ ഉയർന്ന സ്പീഡിലും ഫോഴ്സ് ചെയ്യുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? ഇതിനകത്തുള്ള ഗ്ലോബ്യൂൾസ്, ഈ ഒരു പ്രോസസ്സ്, ദിസ് breaks down the fat globules in milk into much smaller ones and creates a stable fat emulsion. ഇമൽഷൻ എന്താണെന്ന് മനസ്സിലാവാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ എടുത്തിട്ട് ഒരു കുപ്പി വെള്ളത്തിൽ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ അത് മുകളിൽ തങ്ങി നിൽക്കും അല്ലേ. അത് വെളിച്ചെണ്ണയുടെ പ്രോപ്പർട്ടിയാണ്, ഒരു ഫാറ്റായതുള്ള പ്രോപ്പർട്ടിയാണ്. പക്ഷേ നമ്മളൊന്ന് കുറേ നേരം നല്ലപോലെ ഷേക്ക് ചെയ്ത് നോക്കുക, കുറേ നേരത്തേക്ക് ഈ മുകളിലുള്ള ലെയർ കാണത്തില്ല. ഇത് വെള്ളത്തിൽ ഇങ്ങനെ അലിഞ്ഞെന്ന് പറയാൻ പറ്റില്ല. വെള്ളത്തിൽ അലിയുന്ന സാധനമല്ല ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാമല്ലോ, അത് അലിയിക്കാൻ പറ്റില്ല. അപ്പോൾ ചെറിയ ഗ്ലോബ്യൂൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ആയിട്ട് എന്ത് ചെയ്യും?
വെള്ളത്തിൽ അലിഞ്ഞതുപോലെ നമുക്ക് തോന്നും. വെള്ളത്തിൽ ഇങ്ങനെ ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കാണപ്പെടും. അതിനെയാണ് ഇമൽഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്? ഇങ്ങനെ ഒരു പ്രോസസ്സായിട്ട് ഹൈ വെലോസിറ്റിയിൽ ഒരു ചെറിയ ഒരു സുഷിരത്തിൽ കൂടെ ഇത് കടത്തി വിടുമ്പോൾ എന്ത് സംഭവിക്കും? അതിനകത്തുള്ള ഫാറ്റ് ഗ്ലോബ്യൂൾസ് മറ്റ് സ്മാളർ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യപ്പെടും. അപ്പോൾ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഫാറ്റ് ഇമൽഷൻ ഉണ്ടാവും. ഫാറ്റ് അതിനകത്തുണ്ട്, ആളുടെ മിൽക്കിലുണ്ട്. അപ്പോൾ അതിനകത്തുള്ള ഈ ഫാറ്റ് ഉണ്ടെന്ന് കഴിഞ്ഞാൽ സ്റ്റേബിൾ ആണോ? അല്ല എന്നാണ് പറയാൻ. കാരണം നമ്മൾ കറന്നെടുത്ത പാലിൽ 10, 15, 20 മിനിറ്റൊക്കെ ഇങ്ങനെ അനങ്ങാതെ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഫാറ്റ് മുകളിലേക്ക് പൊന്തി വരും. അപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഫാറ്റ് ഇമൽഷൻ അല്ല. അപ്പോൾ ഈ ഒരു പ്രോസസ് കൊണ്ട് അതിനെ എന്ത് ചെയ്യും? ഹോമജനൈസേഷൻ വഴി എന്ത് ചെയ്യും? അത് ഫാറ്റിനെ സ്റ്റേബിൾ ഇമൽഷനാക്കി എടുക്കും. ഇവിടെ ദ ഫാറ്റ് ഗ്ലോബ്യൂൾസ് ഇൻ മിൽക്ക്, നോർമൽ മിൽക്കിൽ 1 മുതൽ 20 മൈക്രോൺ സൈസാണുള്ളത്. നോർമൽ മിൽക്കിലുള്ള ഫാറ്റ് ഗ്ലോബ്യൂൾസിൻ്റെ സൈസ് ചോദിച്ചാൽ എഴുതിക്കോളാം 1 മുതൽ 20 മൈക്രോൺ. അതിൻ്റെ ആവറേജ് ചോദിച്ചാൽ അതും എഴുതിക്കൊള്ളണം. ആവറേജ് സൈസ് ഓഫ് ഫാറ്റ് ഗ്ലോബ്യൂൾസ് ഇൻ മിൽക്ക്, ആ ചോദ്യം ഞാൻ ഉൾപ്പെടുത്തിയില്ല തോന്നുന്നു, റെഡ് മാർക്ക് ചെയ്തത് ശ്രദ്ധിക്കുക. ആവറേജ് സൈസ് ഓഫ് ഫാറ്റ് ഗ്ലോബ്യൂൾസ് ഇൻ മിൽക്ക് 4 to 6 മൈക്രോൺ ആണ്. യൂഷ്വലി നോർമൽ സൈസ് എന്ന് പറഞ്ഞാൽ 1 to 20 മൈക്രോൺസ്. അതിൻ്റെ ആവറേജ് എടുക്കുമ്പോഴാണ് ഇത് 4 to 6 വരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഹോമജനൈസേഷൻ ചെയ്യാത്ത ഒരു സാധാരണ മിൽക്കിലുള്ള ഫാറ്റ് ഗ്ലോബ്യൂൾസിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുകളിലേക്ക് ഈ ഫാറ്റ് ഗ്ലോബ്യൂൾസിന് ഗ്രാവിറ്റിയെ അതിജീവിച്ച് മുകളിലേക്ക് പൊന്തി വരാനും മുകളിൽ ക്രീമി ലെയർ ഉണ്ടാക്കാനും കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബൈ മീൻസ് ഓഫ് ഹോമോജനൈസേഷൻ the fat globules are broken up into numerous smaller ones and all the fat globules are under 2 microns in size. നമ്മൾ ഈ ഹോമജനൈസേഷൻ, അതായത് ഈ ചെറിയ ഒരു സുഷിരത്തിൽ കൂടെ വളരെ അധികം കൂടിയ വെലോസിറ്റിയിൽ കടത്തിവിടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ 1 മുതൽ 20 മൈക്രോൺ സൈസുള്ള അല്ലെങ്കിൽ ആവറേജ് 4 to 6 മൈക്രോൺ സൈസുള്ള ഈ ഫാറ്റ് ഗ്ലോബ്യൂൾസ് ചെറുതായി 2 മൈക്രോണായി മാറുന്നു. The fat globules no longer rise up to the top to form a creamy layer. ഈ 2 മൈക്രോൺ ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് പൊന്തി വരത്തില്ല. എന്തിനു വേണ്ടി? ഒരു ക്രീമി ലെയർ ഉണ്ടാകാൻ വേണ്ടി ഈ മിൽക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ നിന്നും മുകളിലേക്ക് ക്രീമി ലെയർ ഫോം ചെയ്ത് വരത്തില്ല. എപ്പോൾ? 2 മൈക്രോൺ ആയിട്ട് ഇതിൻ്റെ സൈസ് കുറയുമ്പോൾ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഫാറ്റ് ഗ്ലോബ്യൂൾസൊക്കെ വലുതാണെങ്കിൽ മാത്രമേ പവർ ഓഫ് ഗ്രാവിറ്റിയെ അതിജീവിച്ചിട്ട് മുകളിലോട്ട് വരാൻ കഴിയുള്ളൂ. അവിടെ ഒരു സംശയത്തിന് ഇട കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ ചോദിക്കും, പണ്ട് ഞാൻ ചോദിച്ച സംശയമാണ് ഹൈഡ്രജൻ. ഞാൻ ഫിസിക്സ് സാറിനോട് ചോദിച്ച സംശയമാണ്, ഹൈഡ്രജന് മാസ് ഇല്ലേ? ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് അത് ഗ്രാവിറ്റിയെ അതിജീവിച്ച് മുകളിലേക്ക് പോകുന്നു? ഒരു ചോദ്യം ഞാൻ ചോദിച്ച ചോദ്യം പണ്ട് പഠിക്കുന്ന സമയത്ത്. അന്ന് ഫിസിക്സ് പഠിപ്പിച്ച സാറിന് ഒരു പക്ഷേ അത് ആൻസർ ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ എൻ്റെ ഒരു മാമനോട് ഞാൻ സെയിം ആൻസർ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, നമ്മൾ വെള്ളത്തിലൊരു കല്ലിട്ടാൽ എന്ത് സംഭവിക്കും? താഴ്ന്നു പോകും, ശരിയല്ലേ? പക്ഷേ വെള്ളത്തിലൊരു തടി എടുത്തിട്ടാൽ എന്ത് സംഭവിക്കും? പൊന്തി നിൽക്കും. ഇതാണ് എൻ്റെ ആൻസർ. എൻ്റെ ആൻസർ ഇതാണ്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഭൂമിക്ക് മുകളിൽ നമ്മൾ വായു ആയിട്ട് ഒന്നിനെയും കാണുന്നില്ല എങ്കിൽ കൂടിയും ഇവിടെ എന്തൊക്കെയോ ഉണ്ട് അല്ലേ? ഇവിടെ ഒരു നിശ്ചിത സാന്ദ്രതയുള്ള ഓക്സിജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെയുള്ള എല്ലാ വാതകങ്ങളും അടങ്ങിയിരിക്കുന്നു. നമ്മൾ കാണുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതിനേക്കാൾ സാന്ദ്രത കുറഞ്ഞ വസ്തുക്കൾ എന്ത് ചെയ്യും? ഈ സാന്ദ്രത കൂടിയ വസ്തുവിൽ നിന്നും മുകളിലേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി കാണിക്കുക. അതുകൊണ്ടാണ് വെള്ളത്തിലൊരു കല്ലിടുമ്പോൾ താഴോട്ട് പോകുന്നതും വെള്ളത്തിനേക്കാൾ സാന്ദ്രത കുറഞ്ഞ വസ്തുക്കളായിട്ടുള്ള തെർമോക്കോൾ ഇട്ടുകയും താഴ്ന്ന് പോകാത്തതും. അത്രയുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് മിൽക്കിനെ സംബന്ധിച്ചിടത്തോളം മിൽക്കിലുള്ള വാട്ടറി കണ്ടൻറ്റിന് അപേക്ഷിച്ച് സാന്ദ്രത ഫാറ്റിന് കുറവായതുകൊണ്ടാണ് അത് മുകളിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ഗ്രാവിറ്റിയെ അതിജീവിച്ച് ഈ സാന്ദ്രത കുറവായതുകൊണ്ട് മുകളിലേക്ക് വരാനുള്ള ടെൻഡൻസി ആർക്ക് നഷ്ടപ്പെടും? ഈ 2 മൈക്രോണായിട്ട് ചുരുങ്ങുമ്പോൾ ആ ഫാറ്റിന് നഷ്ടപ്പെടും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതൊരു ക്രീമിനെസ് ഉണ്ടാവും. മിൽക്കിന് റിച്ച് ആയിരിക്കും. മിൽക്ക് എന്താണ്, നമ്മളിങ്ങനെ മിൽക്ക് കുറേ വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ഞാൻ പറഞ്ഞില്ലേ, മുകളിലോട്ട് ക്രീം തെളിഞ്ഞ് വരും, അടിയിലുള്ളത് സ്കിം മിൽക്ക് പോലെ ആയി പോവുകയും ചെയ്യും. ഇത് ഹോമജനൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കില്ല. എന്ത് സംഭവിക്കും? നോർമൽ എന്നല്ല, ഒരു ക്രീമിനെസ് ആയിട്ട് റിച്ച് ആയിട്ടിരിക്കും മിൽക്ക്. അടുത്ത പ്രോഡക്റ്റാണ് കണ്ടൻസ്ഡ് മിൽക്ക്. കണ്ടൻസ്ഡ് മിൽക്കിന് ഒരു പേരേ ഉള്ളൂ, നമ്മൾ മിൽക്ക് മെയ്ഡ് അല്ലേ? മിക്കവാറും നമ്മൾ
മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന കണ്ടൻസ്ഡ് മിൽക്ക് മെയ്ഡാണ്. നമുക്ക് അറിയാം നല്ല മധുരവും നല്ല ടേസ്റ്റൊക്കെ ഉള്ള സാധനം, വെറുതെ തന്നെ വഴിച്ച് നക്കാൻ നമുക്കൊക്കെ താല്പര്യമുള്ള സാധനമാണ് കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടൻസ്ഡ് മിൽക്സ് ആർ ദ മിൽക്ക് ഒബ്റ്റെയിൻഡ് ബൈ ഇവാപ്പറേറ്റിംഗ് പാർട്ട് ഓഫ് വാട്ടർ ഓഫ് ഹോൾ മിൽക്ക് ഓർ ഫുള്ളി ഓർ പാർഷ്യലി സ്കിംഡ് മിൽക്ക് വിത്ത് ഓർ വിത്തൗട്ട് ദ അഡീഷൻ ഓഫ് ഷുഗർ. കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒന്നുകിൽ ഹോൾ മിൽക്കിൻ്റെ അല്ലെങ്കിൽ സ്കിംഡ് മിൽക്കിൻ്റെ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് ഒരു പരിധി വരെയുള്ള വാട്ടർ ജലാംശം ഇവാപ്പറേറ്റ് ചെയ്തതിന് ശേഷം നിർമ്മിക്കുന്ന സാധനമാണ് കണ്ടൻസ്ഡ് മിൽക്ക്. ആ പേരിൽ തന്നെ ഉണ്ട് കണ്ടൻസേഷൻ. എന്താണ് കണ്ടൻസ് ചെയ്യുക, കുറേ വാട്ടർ പുറത്ത് കളഞ്ഞിട്ട് അതിനെ ഒന്ന് ചുരുക്കിയെടുക്കുക, അതാണ് കണ്ടൻസ്ഡ് മിൽക്ക്. വിത്ത് ഓർ വിത്തൗട്ട് ദ അഡീഷൻ ഓഫ് ഷുഗർ. ഷുഗർ ആഡ് ചെയ്യാം, ആഡ് ചെയ്യാതിരിക്കാം. വേണമെങ്കിൽ ഇവിടെയും ഒരു ചോദ്യം ചോദിക്കാം. ദ മിൽക്ക് ഒബ്റ്റെയിൻഡ് ബൈ ഇവാപ്പറേറ്റിംഗ് പാർട്ട് ഓഫ് വാട്ടർ ഓഫ് ദ ഹോൾ മിൽക്ക് ഓർ ഫുള്ളി ഓർ പാർഷ്യലി സ്കിംഡ് മിൽക്ക് വിത്ത് ഓർ വിത്തൗട്ട് ദ അഡീഷൻ ഓഫ് ഷുഗർ എന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറായിട്ട് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് എഴുതേണ്ടി വരും. ഈ ക്വസ്റ്റ്യൻ ഒരുപക്ഷെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടാകാൻ സാധ്യതയില്ല, അങ്ങനെയും ഒരു പക്ഷേ ചോദിക്കാം. അതിപ്പോൾ തന്നെ എഴുതി പോവുക. ദ മിൽക്ക് അല്ലെങ്കിൽ ദ മിൽക്ക് പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ് ബൈ ഇവാപ്പറേറ്റിംഗ് പാർട്ട് ഓഫ് വാട്ടർ ഓഫ് ഹോൾ മിൽക്ക് ഓർ ഫുള്ളി ഓർ പാർഷ്യലി സ്കിംഡ് മിൽക്ക് വിത്ത് ഓർ വിത്തൗട്ട് ദ അഡീഷൻ ഓഫ് ഷുഗർ. സ്കിംഡ് മിൽക്കിൻ്റെയോ ഹോൾ മിൽക്കിൻ്റെയോ ജലാംശത്തിൻ്റെ 1% അല്ലെങ്കിൽ ഒരു നിശ്ചിത ശതമാനം അല്ലെങ്കിൽ ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മിൽക്ക് പ്രോഡക്റ്റ് വിത്ത് ഓർ വിത്തൗട്ട് ദ അഡീഷൻ ഓഫ് ഷുഗർ. ഒന്നുകിൽ ഷുഗർ ആഡ് ചെയ്യാം, ആഡ് ചെയ്യാതിരിക്കാം. അത് നമ്മൾ എന്ത് വിളിക്കുന്നു വെച്ചാൽ ചോദ്യത്തിൻ്റെ ആൻസർ കണ്ടൻസ്ഡ് മിൽക്കാണ്. ഓക്കെ. The term condensed milk is commonly used when referring to full cream sweetened condensed milk. ഇത് നമ്മുടെ മിൽക്ക് മെയ്ഡ് എങ്ങനെയുണ്ടോ, ഫുൾ ക്രീം സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്കാണ് മിൽക്ക് മെയ്ഡ്. അതാണ് അതിൻ്റെ മധുരമൊക്കെ ഉള്ളത്. അപ്പോൾ മിക്കവാറും അത് തന്നെയാണ് അതിൻ്റെ ഒരു റെഫറൻസ് എന്ന് പറയുന്നത്. സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് ഷുഡ് കണ്ടെയ്ൻ നോട്ട് ലെസ് ദാൻ 9% ഓഫ് മിൽക്ക് ഫാറ്റ് ആൻഡ് നോട്ട് ലെസ് ദാൻ 31% മിൽക്ക് സോളിഡ്സ് ആൻഡ് 40% കെയിൻ ഷുഗർ. ശ്രദ്ധിക്കുക, സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക്, മധുരം ഇട്ട അല്ലെങ്കിൽ സ്വീറ്റൻ ചെയ്ത കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഇതാണ് പറയുന്നത്, കൺസിസ്റ്റൻസി ആണെന്ന് പറയുന്നത്. അതിൻ്റെ 9% മിൽക്ക് ഫാറ്റും 31% കുറയാതെ മിൽക്ക് സോളിഡും, ഫാറ്റ് ഇല്ലാത്തുള്ള SNFും സോളിഡ് നോട്ട് ഫാറ്റും, അതേപോലെ 40% കെയിൻ ഷുഗർ. അപ്പം നമുക്ക് 40 + 31 71 + 9 എത്ര 80. പിന്നെ വെറും 20% മാത്രമേ ജലാംശം ഉണ്ടാവുള്ളൂ. അതാണ് സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി ടോൺഡ് മിൽക്ക് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. മിക്കവാറും നമ്മൾ മിൽമയുടെ പാലൊക്കെ വാങ്ങുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടോൺഡ് മിൽക്കും ഡബിൾ ടോൺഡ് മിൽക്കും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുമായിരിക്കും. ചിലപ്പോൾ ശ്രദ്ധിക്കാത്തവരുണ്ടാവും കേട്ടോ, മേടിച്ച് കുടിക്കുക എന്ന് മാത്രം ഒരു ഐഡിയ ഉള്ള ആൾക്കാരുണ്ട്. പക്ഷേ എന്നാലും ടോൺഡ് മിൽക്കോട് ശ്രദ്ധിക്കുക. ടോൺഡ് മിൽക്ക് ഓർ സിംഗിൾ ടോൺഡ് മിൽക്ക് എന്ന് പറയും നമ്മൾ ടോൺഡ് മിൽക്കിനെ. റെഫേഴ്സ് ടു മിൽക്ക് ഒബ്റ്റെയിൻഡ് ബൈ ദ അഡീഷൻ ഓഫ് വാട്ടർ ആൻഡ് സ്കിം മിൽക്ക് പൗഡർ ടു ഹോൾ മിൽക്ക്. യൂഷ്വലി ഹോൾ ബഫലോ മിൽക്ക് ഈസ് മിക്സ്ഡ് വിത്ത് റീകൺസ്റ്റിറ്റ്യൂട്ടഡ് സ്പ്രേ ഡ്രൈഡ് സ്കിം മിൽക്ക് ഫോർ ഇറ്റ്സ് പ്രൊഡക്ഷൻ. ടോൺഡ് മിൽക്ക് ഷുഡ് കണ്ടെയ്ൻ എ മിനിമം ഓഫ് 3% ഫാറ്റ് ആൻഡ് 8.5% ഓഫ് സോളിഡ് നോട്ട് ഫാറ്റ്, അഥവാ SNF. ഈ ടോൺഡ് മിൽക്ക് എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുക നമുക്ക് നോക്കാം. ടോൺഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഹോൾ മിൽക്ക് തന്നെയാണ്. ഹോൾ മിൽക്കിനെ ടോൺഡ് മിൽക്ക് ആക്കാൻ എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് മിക്കവാറും നമുക്ക് കിട്ടുന്ന പാലിൽ ഉള്ള ശബ്ദം വന്നല്ലേ, സോറി. നമുക്ക് കിട്ടുന്ന പാലിൽ ഉള്ള ഫാറ്റ് പെർസെൻറ്റേജ് 3.5 to 4.5 അങ്ങനെയൊക്കെ ആയിരിക്കും. 3ക്ക് മുകളിലായിരിക്കും മിക്കവാറും ഉള്ള ഫാറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടോൺഡ് മിൽക്കിൽ കിട്ടുന്ന ഫാറ്റ് പെർസെൻറ്റേജ് വന്നിട്ട് 3% ആണ്. 3% ഫാറ്റ് ആക്കണം. നമുക്ക് കിട്ടുന്ന മിൽക്ക് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ മിൽമയൊക്കെ കളക്ട് ചെയ്യുന്ന മിൽക്ക് എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു 4% എബോവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് ജേഴ്സിയും അതേപോലെ ബഫല്ലോ ഈ ഒരു ബഫല്ലോ മിൽക്കിലൊക്കെ നല്ല ഫാറ്റ് പെർസെൻറ്റേജ് കൂടുതലുള്ള മിൽക്കാണ്.
അതേസമയം HFൻ്റെ മിൽക്കും ഒക്കെ മിക്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എന്തായാലും 3ക്ക് മുകളിലായിരിക്കും സാധാരണ കളക്ട് ചെയ്യപ്പെടുന്ന മിൽക്കിൻ്റെ എന്ത് വരുന്നത്, ഫാറ്റ് പെർസെൻറ്റേജ് വരുന്നത്. അപ്പോൾ ഫാറ്റ് പെർസെൻറ്റേജും SNFും കറക്റ്റ് ചെയ്ത് ഒരു ടോൺഡ് മിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ്. അത് അതിൻ്റെ ഈ 2% കറക്റ്റ് ചെയ്ത് വെക്കുക, അത്രയേ ഉള്ളൂ. അതിനുവേണ്ടി എന്താ ചെയ്യുന്നത്, സ്കിം മിൽക്ക് പൗഡർ. എന്താണ് സ്കിം മിൽക്ക്? സ്കിം മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രീം റിമൂവ് ചെയ്തതിന് ശേഷമുള്ള മിൽക്ക്. ക്രീമിൽ എന്താണ് റിച്ച് ആയിട്ടുള്ളത്? എന്താണ് ക്രീം? ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം മിൽക്ക്, ഹോൾ മിൽക്ക്, സാധാരണ കറന്നത്തെ മിൽക്ക് അൺഡിസ്റ്റർബ്ഡായിട്ട് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ തെളിയുന്ന ഫാറ്റി ലെയറാണ് ക്രീം. ആ ക്രീം പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്താൽ പിന്നെ കിട്ടുന്ന സാധനമാണ് സ്കിം മിൽക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ സ്കിം മിൽക്ക് ഡ്രൈ ചെയ്താൽ കിട്ടുന്ന സാധനമാണ് സ്കിം മിൽക്ക് പൗഡർ. അതിലെന്തുണ്ടാവും കൂടുതലായിട്ട്? ഫാറ്റ് ഉണ്ടാവോ? ഇല്ല. എന്താ ഉണ്ടാവുക? SNF ഉണ്ടാവും അല്ലേ? അപ്പോൾ ഹോൾ മിൽക്കിലോട്ട് റീകൺസ്റ്റിറ്റ്യൂട്ടഡ് സ്കിം മിൽക്ക് പൗഡർ. റീകൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് സംഭവം? റീകൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊടിയാക്കി വെച്ചിരിക്കുന്ന എന്ത് സാധനവും വീണ്ടും അതിനെ ജലം ചേർത്ത് ലയിപ്പിച്ചിട്ട് ലായനിയാക്കുന്ന പ്രവർത്തനമാണ് റീകൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം, നമ്മളിപ്പം മിക്കവാറും പല ആൻറ്റിബയോട്ടിക്സും പൊടിയായിട്ടൊക്കെയാണ് വരുന്നത്. അതിനെ കുത്തിവെക്കുന്ന പൊടിയായിട്ട് കുത്തിവെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യും? നമ്മൾ വെള്ളം ഉപയോഗിച്ച്, സ്റ്റെറിലൈസ്ഡ് വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും? ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും, വീണ്ടും അതിനെ കലക്കിയെടുക്കും. അതിനാണ് റീകൺസ്റ്റിറ്റ്യൂട്ട് സ്കിം മിൽക്ക് പൗഡർ എന്ന് പറഞ്ഞത്. ഈ സ്കിം മിൽക്ക് പൗഡറിൽ കൂടുതൽ SNF ആയിരിക്കും ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള SNF അധികമുള്ള ഈ സ്കിം മിൽക്ക് പൗഡറിനെ റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ ഹോൾ മിൽക്കിലോട്ട് ആഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഫാറ്റ് പെർസെൻറ്റേജ് 3ഉം SNF 8.5ഉം ആക്കി നിർത്തിക്കുന്ന ഒരു മിൽക്ക് പ്രൊഡക്റ്റാണ് ടോൺഡ് മിൽക്ക് എന്ന് പറയുന്നത്. നമ്മുടെ മിൽമ മിക്കവാറും ടോൺഡ് മിൽക്കാണ് വിൽക്കുന്നത്. പിന്നെ ഉണ്ട് ഡബിൾ ടോൺഡ് മിൽക്ക്. ഹിയർ ഡബിൾ ടോൺഡ് മിൽക്ക് ഷുഡ് കണ്ടെയ്ൻ എ മിനിമം ഓഫ് 1.5% ഫാറ്റ് ആൻഡ് 9% SNF. ഇത് രണ്ടും ശ്രദ്ധിക്കുക. ടോൺഡ് മിൽക്കിൻ്റെ ഫാറ്റ് പെർസെൻറ്റേജും SNFും, ഡബിൾ ടോൺഡ് മിൽക്കിൻ്റെ ഫാറ്റ് പെർസെൻറ്റേജും SNFും ശ്രദ്ധിക്കുക. ചോദിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. ഡബിൾ ടോൺഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ 2 മടങ്ങ് ടോൺ ചെയ്തത്. സിംഗിൾ ടോൺഡ് എന്നല്ലെങ്കിൽ വെറും ടോൺഡ് എന്ന് പറഞ്ഞാൽ 1 മടങ്ങ് ടോൺ ചെയ്തത് 3%. നേർ പകുതി ആകുമ്പോഴത്തേക്കും 2 പ്രാവശ്യം ടോൺ ചെയ്യുന്നു. ഇരട്ടി എന്ത് ആഡ് ചെയ്യുന്നു? സ്കിം മിൽക്ക് പൗഡർ വെള്ളത്തിൽ കലക്കി ആഡ് ചെയ്യുമ്പോഴാണ് ഡബിൾ ടോൺഡ് മിൽക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഫാറ്റ് പെർസെൻറ്റേജ് നേരെ പകുതിയായിട്ട് പോകും. അപ്പോൾ സിംഗിൾ ടോൺഡ് എന്നാൽ ഫാറ്റ് പെർസെൻറ്റേജ് കൂടുതലായിരിക്കും, ഡബിൾ ടോൺഡ് എന്നാൽ ഫാറ്റ് പെർസെൻറ്റേജ് പിന്നെ അതിൻ്റെ പകുതിയായിട്ട് കുറയും. SNF ശ്രദ്ധിക്കുക. സിംഗിൾ ടോണിൽ 8.5%, ഡബിൾ ടോണിൽ കൂടുതലാണ് 9% SNFും. ഓക്കെ, ഇനി അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് മിൽക്ക് പ്രൊഡക്ട്സ്. 1. ആസിഡ് കൊയാഗുലേറ്റഡ് പ്രോഡക്റ്റ് പനീർ. പനീർ നിങ്ങൾ കണ്ടും കേട്ടും ഒക്കെ കാണുമല്ലേ? പനീർ ബട്ടർ മസാലയൊക്കെ ഇപ്പം അത്യാവശ്യം ഫേമസ് ആയിട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന സാധനമാണ് പനീർ ബട്ടർ മസാല. നമ്മൾ കഴിച്ചിട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ എന്താണ് ഈ പനീർ എന്ന് ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. VHS പഠിച്ചപ്പോൾ പനീർ പഠിച്ചിട്ടുള്ളവരുണ്ടാവും. ഇതല്ലാത്ത നമ്മൾ VHS പഠിച്ചിട്ടില്ലാത്ത ആൾക്കാർ പനീർ എന്തൊരു സാധനം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. എന്നാലും പനീർ വേറെ ഒന്നുമല്ല. പനീർ ഈസ് എൻ ആസിഡ് കൊയാഗുലേറ്റഡ് പ്രോഡക്റ്റ് മെയ്ഡ് യൂഷ്വലി ഫ്രം ബഫല്ലോ മിൽക്ക്. സാധാരണ ബഫല്ലോ മിൽക്കിൽ നിന്നും ഉണ്ടാക്കുന്നൊരു ആസിഡ് കൊയാഗുലേറ്റഡ് പ്രോഡക്റ്റാണ്. ഓക്കെ, അതർ മിൽക്ക് ക്യാൻ ആൾസോ ബി യൂസ്ഡ്. ഇറ്റ് ഫോംസ് ദ ബേസ് ഫോർ സ്വീറ്റ്സ്, സ്നാക്സ്, വെജിറ്റേറിയൻ ഡിഷസ് ലൈക്ക് പനീർ ബട്ടർ മസാല, പാലക് പനീർ എക്സെട്ര. ഇതിനകത്ത് അവിടെ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പറഞ്ഞില്ല. എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. നമുക്ക് പനീർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പാലെടുത്തതിന് ശേഷം, നല്ലത് ബഫല്ലോ മിൽക്ക് തന്നെയാണ്, നമ്മളതിൽ കുറച്ച് വിനെഗറോ അല്ലെങ്കിൽ നാരങ്ങയൊക്കെ പിഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും? അത് പെട്ടെന്ന് കൊയാഗുലേഷൻ ആവും, പിരിയും. അത് കഴിഞ്ഞ് ജസ്റ്റ് ചൂടാക്കി കഴിഞ്ഞാൽ പിരിയും. അപ്പോൾ അതൊരു സീവിൽ, ഒരു തുണിയിൽ ഇട്ട് ഒഴിച്ച് അതിനകത്തുള്ള വെള്ളം ഒഴുക്കി കളഞ്ഞ് വെച്ച് അതിൻ്റെ മുകളിൽ വെയിറ്റും കയറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പനീർ ബട്ടർ മസാലയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല സൂപ്പർ പനീർ കിട്ടും. അത് കട്ട് ചെയ്ത് ഉപയോഗിക്കാനകത്ത് പാനിലുള്ള ഫാറ്റും അതേപോലെ SNF മാത്രമേ ഉണ്ടാവുള്ളൂ. ജലാംശമൊക്കെ നമ്മൾ സ്ക്യൂസ് ചെയ്ത് കളയും. അതാണ് പനീർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടില്ല. അതിന് ആസിഡ് കൊയാഗുലേറ്റഡ് പ്രൊഡക്റ്റ് എന്നിട്ട് ഓപ്ഷനിൽ പനീർ എന്നാൽ അത് ആൻസർ ചെയ്യണം. ബാക്കി വേറെ എന്തെങ്കിലുമൊക്കെ തന്നു കഴിഞ്ഞാൽ ഖോവ അല്ലെങ്കിൽ താഴെ പറഞ്ഞിരിക്കുന്ന ഗുലാബ് ജാമുൻ എന്നൊക്കെ പറഞ്ഞാൽ ആ ഓപ്ഷൻ നമ്മൾ എടുക്കുന്നത് ആസിഡ് കൊയാഗുലേറ്റഡ് പ്രോഡക്റ്റാണ് പനീർ. അത് ഓർക്കുക, ആസിഡ് കൊയാഗുലേറ്റഡ് പ്രോഡക്റ്റാണ് പനീർ. മിൽക്ക് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ആസിഡ് കൊയാഗുലേറ്റഡ് പ്രോഡക്റ്റാണ് പനീർ എന്ന് പറയുന്നത്. ഇനി കോൺസെൻട്രേറ്റഡ് പ്രൊഡക്ട്സ്.
Kova. Kova is an example for partially dehydrated whole milk product. Buffalo milk is preferred as it yields a whiter product with a soft, loose body and a smooth, granular texture. Milk is taken in an open, shallow iron pan. It is directly heated over a non-smoky fire by slow, constant agitation and scraping on the sides. Continuous evaporation takes place and milk thickens at a concentration of 2.5 to 2.8 times. Heat coagulation of protein begins. Now concentration occurs faster and color changes. The heating is turned down to 82 to 87 degrees centigrade and stirring and scraping intensified to avoid browning of milk solids due to scorching. The viscous mass begins to dry up when the kova mass begins to leave the sides and bottom of the pan. Heating is shut off. The final solid content is 65 to 75%. Cow milk usually yields 18% and buffalo milk 20%. കോവയുടെ പ്രിപ്പറേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എന്തായാലും കോവയുടെ പ്രിപ്പറേഷൻ ഒന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാൻ സാധ്യതയില്ല. കോവ ഈസ് എൻ എക്സാമ്പിൾ ഫോർ പാർഷ്യലി ഡീഹൈഡ്രേറ്റഡ് ഹോൾ മിൽക്ക് പ്രൊഡക്റ്റ്. പാർഷ്യലി ഡീഹൈഡ്രേറ്റഡ് ഹോൾ മിൽക്ക് പ്രൊഡക്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ കോവയാണ്. ഉദാഹരണമാണ്, യൂഷ്വലി ബഫല്ലോ മിൽക്ക് ഉപയോഗിക്കുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നല്ല വെളുത്ത നിറത്തിലുള്ള ഗോവ തരുന്നു. മാത്രമല്ല ലൂസായിട്ടുള്ള ബോഡിയും സ്മൂത്ത് ആയിട്ടുള്ള ഗ്രാനുലർ ടെക്സ്ചറും അതിൻ്റെ ഒരു ഗോവയ്ക്ക് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ മാത്രമല്ല ബാക്കി അതിൻ്റെ പ്രോസസ്സാണ് പറയുന്നത്. ചെറിയ തീയിൽ നമ്മളിങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ഇവാപ്രേഷൻ നടന്നിട്ട് അതിൻ്റെ എന്താണ് മിൽക്ക് ചൂടാവുകയും അതിന് 2.5 to 2.8 ടൈംസ് കോൺസെൻട്രേഷനിലെത്തുമ്പോൾ പ്രോട്ടീൻ കൊയാഗുലേഷൻ നടക്കുകയും ചെയ്യും. അത്രേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. ദ ഫൈനൽ സോളിഡ് കണ്ടന്റ് എന്ന് 65 മുതൽ 70%. കോവയുടെ ഫൈനൽ സോളിഡ് കണ്ടന്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫൈനൽ സോളിഡ് കണ്ടന്റ് ഓഫ് കോവ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 65-70%. വേറെ ഒന്നുമില്ല, 65 മുതൽ 75% സോളിഡ്സ് ആയിരിക്കും. ബാക്കി മാത്രമേ അതിൻ്റെ ജലാംശം ഉണ്ടാകത്തുള്ളൂ. അതാണ് അവിടെ ഒന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മളിങ്ങനെ ചൂടാക്കി അതിനകത്തുള്ള ജലാംശം കുറഞ്ഞു വരുമ്പോഴത്തേക്കും അവസാനം 65 to 70% മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ, അതിൽ അത്രയും സോളിഡ്സ് ഉണ്ടാവണം. ബാക്കി മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ, വാട്ടർ ഉണ്ടാകത്തുള്ളൂ. ഇനി കൗ മിൽക്കിൻ്റെ കോവ ഈൽഡ് 18%, ബഫല്ലോ മിൽക്കാണെങ്കിൽ 20% കോവ ഈൽഡ് എന്ന് പറയുന്നത്. അടുത്തത് ഗുലാബ് ജാമുൻ. It is a kova-based sweet, round or cylindrical in shape and dark brown in color. It has a firm body and a smooth texture. Soaked in thick sugar syrup, kova and maida rava are mixed in about 3:1 ratio with about 1% baking powder and kneaded into a uniform dough. Dough is then rolled into small balls and deep fried in ghee or cooking oil in a shallow pan till the balls acquire golden brown color. The balls are then soaked in 60% sugar solution and allowed to soak for few hours before serving. ഇവിടെയും പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പ്രിപ്പറേഷൻ തന്നെയാണ്. കോവ എന്ന് പറഞ്ഞാൽ വളരെ മധുരമുള്ളതും നിങ്ങൾ കോവയല്ല, ഗുലാബ് ജാമുൻ ഒരു കോവ ബേസ്ഡ് പ്രോഡക്റ്റാണ്. കോവ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നേരത്തെ കോവ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. 3:1 എന്ന റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, റവയോ മൈദയോ 3 സ്പൂൺ കോവ എടുത്തു കഴിഞ്ഞാൽ ഒരു സ്പൂൺ റവയോ മൈദയോ എടുത്തിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് റൗണ്ട് ചെയ്തിട്ട് എന്താണ് ഒരു വളരെ ആഴം കുറഞ്ഞൊരു പാനിൽ, ഷാലോ പാനിൽ ഒന്ന് കുക്കിംഗ് ഓയിലിലോ അല്ലെങ്കിൽ ഘീയിലോ നെയ്യിലോ ഫ്രൈ ചെയ്തെടുക്കുന്നു. പിന്നെ അതിനെന്ത് ചെയ്യുന്നു, ഒരു ബ്രൗൺ കളർ ആവുന്നതിന് ഒരു 60% ഷുഗർ സൊല്യൂഷനിൽ മിക്സ് ചെയ്ത് വയ്ക്കുന്നു. അത്രേ ഉള്ളൂ കാര്യം. ഇനി ഫാറ്റ് റിച്ച് പ്രൊഡക്ട്സ്. ഒരു സമയം ആയി വരുന്നു, കുറച്ച് തിരക്കുണ്ട്. അതുകൊണ്ട് ഒരു വീഡിയോ കൂടെ എടുത്തുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. നമുക്ക് അതിൻ്റെ സ്പേസും കഴിയാറായി. ഇത് കാണിക്കുന്നുണ്ട്, എനിക്കൊന്ന് കട്ടാവും ഇത്. അതായത് മൊബൈലിലുള്ള ബാക്കപ്പ് സ്പേസ് ഉണ്ടല്ലോ, നമ്മുടെ സ്റ്റോറേജ് സ്പേസ് തീരാറായി. ഫാറ്റ് റിച്ച് പ്രൊഡക്റ്റ് അടുത്ത വീഡിയോയിലെടുക്കാം.
അപ്പോൾ അതുവരെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിന്നെ കാണാം.